ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ കമ്പനിക്ക് പേരിടുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചില കമ്പനിയുടെയൊക്കെ പേരിന്റെ വാലിന്റെ കൂടെ നമ്മൾ കാണാറുണ്ട് ഇംപെക്സ് അല്ലെങ്കിൽ എക്സിം എന്നുള്ളത്. അതായത് ഗ്ലോബൽ ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ നമ്മൾ പേര് കാണാറുണ്ട്. അതെന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്? സോ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പബ്ലിക് റെസ്പെക്ട്, അതേപോലെ തന്നെ ഒരു ബയറിന് മുമ്പിൽ നമുക്ക് ഒരു പ്രൊഫൈൽ കാണിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു പേരിന്റെ വാലുണ്ടല്ലോ, ഇംപെക്സ് അല്ലെങ്കിൽ എക്സിം, EXIM അല്ലെങ്കിൽ ഇംപെക്സ് എന്ന് എഴുതുന്നത്, അത് നോക്കിയാണ് ഒരു ബയർ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കസ്റ്റമർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് കൊളാബറേഷന് വേണ്ടി അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേർഡാണത്. ഇംപെക്സ് എന്ന് പറഞ്ഞാൽ IMPX എന്നാണ് അതിന്റെ വാലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതായത് ഞങ്ങൾ മെയിൻ ആയിട്ട് ഞങ്ങൾ ഇമ്പോർട്ട് കമ്പനിയാണ്, പിന്നെ ഞങ്ങൾ എക്സ്പോർട്ടും ചെയ്യും. എന്നാൽ തിരിച്ച് നമ്മൾ എക്സിം എന്നാണ് അതിന്റെ വാലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എക്സ്പോർട്ട് ആണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി, പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഇമ്പോർട്ടും ചെയ്യും. അപ്പൊ ഇമ്പോർട്ട് എക്സിം ഈ രണ്ട് വാക്ക് നോക്കി നമ്മുടെ കമ്പനിയെ വായിച്ചെടുക്കാൻ ലോകത്ത് ആർക്കും പറ്റും. അപ്പൊ അതൊക്കെ വളരെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഈ ഒരു പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് ഒരുപാട് തരത്തിൽ ബാധിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. Life never be the same again.